بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു നാമമാണ് മുജാബ് എന്നുള്ളത്. മുജാബ് ഉത്തരം നൽകപ്പെടുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉത്തരം നൽകപ്പെടുന്നവർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് മുജീബ് ഉത്തരം നൽകുന്നവർ എന്നാണ്. ഇത് മുജാബ് ഉത്തരം നൽകപ്പെടുന്നവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ എന്ത് അല്ലാഹുവിനോട് ചോദിച്ചാലും ഉടൻ ഉത്തരം നൽകും. ചോദിക്കേണ്ട താമസം അല്ലാഹു ഉത്തരം നൽകും. ഒരു നിമിഷം മാമലകൾ മുഴുവനും സ്വർണമായി വരണമെന്ന് മുത്തുനബി അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉടൻ അങ്ങനെ ആവും. മദീനയിലെ മലകൾ മുഴുവനും മുത്തുനബിയോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, നബിയെ സ്വർണമായി വരട്ടെയോ? മുത്തുനബി പറഞ്ഞു, വേണ്ട, താല്പര്യമില്ല. മുത്തുനബി എങ്ങാനും ആഗ്രഹിച്ചാൽ ചോദിക്കേണ്ടതില്ല, ആഗ്രഹിച്ചാൽ മതി, അല്ലാഹു ഉത്തരം നൽകും. മഴയില്ലാതെ മദീനയിലെ പാവങ്ങൾ ബുദ്ധിമുട്ടിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അഗ്ഥിനാ, അല്ലാഹുമ്മ അഗ്ഥിനാ, അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കണമേ, മഴ തന്ന് സഹായിക്കണമേ. ചോദിക്കേണ്ട താമസം ബഹുമാനപ്പെട്ട അനസ് തങ്ങളെ പറയുന്നു, ആകാശത്തിൽ മേഘങ്ങൾ ഉണ്ടായിരുന്നില്ല, കാർമേഘങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. വല്ലാത്ത മഴയാണ്. ഒരു വെള്ളിയാഴ്ചയാണ് ചോദിച്ചത്, ദുആ ചെയ്തത്. അടുത്ത വെള്ളിയാഴ്ച വരെ മഴയാണ്, നിരന്തരം മഴ. അടുത്ത വെള്ളിയാഴ്ച മഴ വെള്ളം കാരണമായി ജനങ്ങൾ ബുദ്ധിമുട്ടി എന്ന പരാതി വന്നപ്പോ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹവലൈനാ വലാ അലൈനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ മതി, ഇനി തൊട്ടപ്പുറത്ത് മഴയായിക്കോട്ടെ, നമ്മുടെ ചുറ്റിലും മഴ പെയ്യിപ്പിക്കണേ, നമുക്ക് മഴ ഇനി വേണ്ട. മഴ നിന്നു. മഴ പെയ്യാൻ വേണ്ടി ദുആ ചെയ്യുന്നു, മഴ പെയ്യുന്നു. സ്റ്റോപ്പ് ആവാൻ വേണ്ടി ദുആ ചെയ്യുന്നു, മഴ നിൽക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് മുജാബാണ്. ചോദിച്ചതൊക്കെ ഉടൻ നൽകപ്പെടുന്നയാളാണ്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്. മദീനക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, മദീനയെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കണേ. എന്നിട്ട് മുത്തുനബി ദുആ ചെയ്തു, വബാരിക് ഫീ സാഇഹാ വമുദ്ദിഹാ, മദീനയിലെ സായിലും മുദ്ദിലും നീ ബറക്കത്ത് ചെയ്യണം. അല്ലാഹും ഫജ്അൽഹാ ബിൽജുഹഫാ, മദീനയിലെ പകർച്ചവ്യാധികൾ നീക്കം ചെയ്യണം. മദീനയിൽ രോഗം നൽകരുത്, ബറക്കത്തുണ്ടാവണം. മുത്തുനബിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. എത്രയെത്ര സംഭവങ്ങളാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുമ ശിഷ്യനായിരുന്നല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഒരു ആഗ്രഹം, എൻ്റെ ഉമ്മ ഇസ്ലാമിലേക്ക് കടന്നു വരണം. മുത്തുനബി ദുആ ചെയ്തു. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമല്ലേ, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അബൂ ഹുറൈറ വീട്ടിലേക്ക് പോയപ്പോ തന്നെ അഅലനത് ഉമ്മുഹു ഇസ്ലാമഹാ, ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു എന്ന വിവരം പ്രഖ്യാപിച്ചു.
ഇമാം നവവി തങ്ങൾ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു, വഫീഹി ഇസ്തിജാബത്തു ദുആഇ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ദുആ അത് അല്ലാഹു സ്വീകരിക്കുമെന്ന തെളിവ് ഇതിലുണ്ട്. അലൽ ഫൗർ, പെട്ടെന്ന് തന്നെ, ബിഐനിൽ മസ്ഊൽ, എന്താണോ ചോദിച്ചത് അത് ഉടനെ തന്നെ നടപ്പാകും. അത് മുത്തുനബിയുടെ കറാമത്താണ്, നുബുവ്വത്തിന്റെ അടയാളമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മുത്തുനബി ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ ഫിഖ് അറിയുന്ന വലിയ വിവരമുള്ള ആളായി ഇബ്നു അബ്ബാസ് തങ്ങളെ മാറ്റണേ അല്ലാഹ്. ഇമാം ബുഖാരി പ്രാർത്ഥന കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. മഹാന്മാർ രേഖപ്പെടുത്തുന്നു, കാലങ്ങൾക്ക് ശേഷം ഉലമാഉൽ ഉമ്മയായി മാറി, ഉമ്മത്തിന്റെ വലിയ പണ്ഡിതനായി മാറി. ഹബ്റുൽ ഉമ്മ സ്ഥാനപ്പേര് വന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ 10 വർഷക്കാലത്തെ ഖാദിമല്ലേ. അനസ് തങ്ങളുടെ ഉമ്മ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിലേക്ക് 10 വയസ്സുള്ള അനസ് തങ്ങളെ കൂട്ടി വരുന്നു. ഹുദുഅല്ലാഹ ലഹു ഹദാ ഖുവൈദിമുക ഉനൈസ്, നബിയേ ഇത് അങ്ങേക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന കുഞ്ഞു അനസാണ്. നബിയേ ഉദുഅല്ലാഹ ലഹു, അല്ലാഹുവിനോട് അങ്ങ് എൻ്റെ മകന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. നബിതങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ അക്സിർ മാലഹു വ വലദഹു, അല്ലാഹുവേ അനസിന് സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണം, സന്താനങ്ങളെ വർദ്ധിപ്പിച്ചു കൊടുക്കണം. വബാരിക് ലഹു ഫീമാ അഅതൈതഹു, നീ നൽകിയതായ ഒന്നിൽ അനസ് തങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആയുസ്സിന് വേണ്ടി ദുആ ചെയ്തു, സമ്പത്തിന് വേണ്ടി, എല്ലാത്തിനും വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മഹാന്മാർ രേഖപ്പെടുത്തുന്നു, 100-ലധികം വർഷം ബഹുമാനപ്പെട്ട അനസ് തങ്ങൾ ജീവിച്ചു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളുടെ ദുആഇന്റെ ബർക്കത്താണ്. മാത്രമല്ല അൻസാരികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് അനസ് തങ്ങൾക്കായിരുന്നു. 100-ലധികം കുട്ടികൾ മക്കൾ മഹാനവറുകൾക്ക് ഉണ്ടായി. സുബ്ഹാനല്ലാഹ്. അനസ് തങ്ങൾ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഹബീബ് തങ്ങളുടെ ദുആഇന്റെ ബർക്കത്താണ് മദീനയിലെ എല്ലാവരുടെ തോട്ടങ്ങളും വർഷത്തിൽ ഒരു തവണ മാത്രമേ കായ്ക്കാറുള്ളൂ. എൻ്റെ തോട്ടം വർഷത്തിൽ 2 തവണ കായ്ക്കുന്നതാണ്. ബിബറക്കത്തി ദുആഇ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ദുആഇന്റെ ബർക്കത്താണ്. മാസങ്ങൾക്ക് മുമ്പ് ബസറയിൽ പോയപ്പോ, ഇറാഖിലെ ബസറയിൽ പോയപ്പോ അനസ് തങ്ങളുടെ മഖാം, അവിടുത്തെ ഖബറു ശരീഫ് നിലകൊള്ളുന്ന ആ പള്ളിയിൽ പോവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. വലിയ പള്ളിയിൽ കൂടുതൽ ആളുകളൊന്നുമില്ലെങ്കിലും വലിയ മനോഹരമായ പള്ളിയിൽ ഇവിടുത്തെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനുഭാവൻ അന്തിയിറങ്ങുകയാണ്. ആഖിറു മൻ മാത ബിൽ ബസറ, ബസറയിൽ വെച്ച് അവസാനമായി വഫാത്തായ സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. പറഞ്ഞു വന്നത്, മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. വിധങ്ങൾ ദുആ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്തു. എല്ലാ രോഗവും മാറി. ദൗസ് ഗോത്രത്തിന് വേണ്ടി ദുആ ചെയ്തു, ഹിദായ ഇസ്ലാമിലേക്ക് വരാൻ. സുബ്ഹാനല്ലാഹ്.
ആദ്യം അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. ഇല്ല, മുഹമ്മദിനെ നമ്മൾ അംഗീകരിക്കില്ല. റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ദൗസ് ഗോത്രത്തെ നീ ഹിദായത്തിലാക്കണേ. അല്ലാഹു ഉത്തരം നൽകി. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഖാലിദ് ബിൻത് ഖാലിദ് ഇബ്നു സഈദ് ഉമ്മു ഖാലിദ് റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. ബിതൂലിൽ ഉംർ, ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്തു. ചെറുപ്പകാലത്താണ് ദുആ ചെയ്തത്. സുബ്ഹാനല്ലാഹ്. ഇമാം ദഹബി രേഖപ്പെടുത്തുന്നു, ഉമ്മറത് ഇലാ ഖരീബിൻ മിൻ ആമി 90 വർഷങ്ങൾ മഹദി ജീവിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനുഭാവന് രോഗം ബാധിക്കുകയാണ്. റസൂലുള്ളാഹി ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ആഫിഹി, അല്ലാഹുവേ അലി തങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അലി തങ്ങൾ പറയാൻ, ഫമസ്തകൈതു ദാലികൽ വജഅ ബഅദു, ആ ദുആഇന് ശേഷം ആ രോഗം എനിക്ക് വന്നിട്ടേ ഇല്ല. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ സദ്ദിദ് റമിയതഹു വഅജിബ് ദഅവതഹു, അല്ലാഹുവേ സഅദ് ഇബ്നു അബീ വഖാസിന്റെ അമ്പ് നീ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമേ. ദുആ ചെയ്തു കൊടുത്തു. ദുആ സ്വീകരിക്കണേ. സുബ്ഹാനല്ലാഹ്. സഅദ് തങ്ങളുടെ ദുആഇന് നീ ഉത്തരം നൽകണേ. ദുആ ചെയ്തല്ലോ. ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്നു, മഹാന്മാര് പറയുന്നു, ആരെ എറിഞ്ഞാലും അമ്പെയ്താലും സഅദ് തങ്ങൾ ഏത് ലക്ഷ്യസ്ഥാനം വെച്ച് അമ്പെറിയുന്നോ ആ ലക്ഷ്യസ്ഥാനത്ത് എത്താറുണ്ട്, പിഴച്ചു പോവാറില്ല. എപ്പ ദുആ ചെയ്താലും എന്ത് ദുആ ചെയ്താലും സഅദ് ഇബ്നു അബീ വഖാസിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. സുബ്ഹാനല്ലാഹ്. ഒരു യുവാവായ മനുഷ്യൻ മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറയുന്നു, നബിയെ എനിക്ക് വ്യഭിചരിക്കണം, അങ്ങ് സമ്മതം നൽകണം. അവിടുന്ന് ദുആ ചെയ്തു കൊടുക്കുന്നു, അല്ലാഹുമ്മഗ്ഫിർ ദംബഹു വതഹിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു, അല്ലാഹുവേ ആ ചെറുപ്പക്കാരന്റെ പാപം നീ പുറത്തു കൊടുക്കണം, ഖൽബ് ശുദ്ധിയാക്കണം, ഗുഹ്യ സ്ഥാനം നീ സംരക്ഷിക്കണം. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ യുവാവ് വ്യഭിചാരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. സുബ്ഹാനല്ലാഹ്. മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വ്യഭിചാരം അത് ഏറ്റവും വെറുക്കപ്പെട്ട സംഭവമായി ആ ചെറുപ്പക്കാരന് മാറുകയാണ്. മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് മുജാബാൻ, ഉത്തരം നൽകപ്പെടുന്നവരാണ്. അല്ലാഹു മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.